അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 12 ആയത്ത് വരെ നമ്മൾ തജ്വീദ് സഹിതം ഓതി പഠിച്ചു അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 13ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസിറു ഖൗലകും അവിജ്ഹറു ബിഹ് ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ. ഓക്കെ, നമുക്കതിൻ്റെ തജ്വീദ് ഒന്ന് പറയാം. വഅസിറു, റോയിന് ശ്രദ്ധയുണ്ട്, കനപ്പിക്കണം കേട്ടോ. കനപ്പിക്കുക മാത്രമല്ല, റോയിൻ്റെ കൂടെ വാവ് മദ് കൂടെ വന്നിട്ടുണ്ട്. വഅസിറു 2 ഹർക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ. ഖൗലകും ഖൗലകും അവിജ്ഹറു അവിജ്ഹറു അവിജ്. ഇവിടെ നോക്കൂ, ജീമിന് സുക്കൂനുണ്ട്. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞു, ജീമിന് സുക്കൂന് വന്നാൽ എന്ത് ചെയ്യണം? ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം. അവിജ്, അവിടെ പിശുക്കൊന്നും വേണ്ട, ഫുൾ അങ്ങ് കൊടുത്തോളൂ കേട്ടോ. അവിജ് അവിജ്ഹറു അവിജ്ഹറു. റോയിനെ ഇവിടെ എന്ത് ചെയ്യണം? 2 ഹർക്കത്ത് നീട്ടി കൊടുക്കണം. വാവു മദ് വന്നിട്ടുണ്ട് കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കണം മദ്ദിൻ്റെ കാര്യം. അവിജ്ഹറു ബിഹ്, നമ്മൾ ഇവിടെ സുല വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. നിർത്തുകയാണെങ്കിൽ ബിഹി എന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ നിർത്തും? ബിഹ് ബിഹ് ബിഹി എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബിഹ് ബിഹ്. ഓക്കെ, കൂട്ടിച്ചേർത്തി ഓതിപ്പോവുകയാണെങ്കിൽ എന്താണ്? ബിഹി ബിഹി. അവിടെ കുറച്ച് നന്നായിട്ട് മദ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബിഹി എന്ന് മദ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇന്നഹു, നൂനിന് ശ്രദ്ധ. നമ്മൾ പറഞ്ഞു, നൂനിന് മീമിന് ശ്രദ്ധ വരുമ്പോൾ പ്രത്യേകമായിട്ട് ഒന്ന് ഉന്നത്ത് ചെയ്യണം. ഓക്കെ, ഈ കനപ്പിക്കണം. ഇന്നഹു, ഹൻ്റെ അടുത്ത് നോക്കൂ, കുഞ്ഞൊരു വാവുണ്ട് അല്ലേ? കുഞ്ഞൊരു വാവ്. ഹിനെ എന്ത് ചെയ്യണം? 2 ഹർക്കത്ത് നീട്ടിക്കൊടുക്കണം. ഓക്കെ. അലീമും ബിഹ് അലീമും ബിഹ്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇഖ്ലാബ്, മുൻപുള്ള ആയത്തിൽ പറഞ്ഞു അല്ലേ? ഇഖ്ലാബാണ് ഇവിടെ നിയമം വരുന്നത്. അലീമുൻ എന്ന് നമ്മൾ ഓതൂല. അലീമുൻ എന്ന് നൂനിൻ്റെ ശബ്ദം നമ്മളവിടെ കൊടുക്കുന്നില്ല. അവിടെ ആരുടെ ശബ്ദമാണ് കൊടുക്കുന്നത്? മീമിൻ്റെ ശബ്ദം. അലീമും അല്ലേ? ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റിമറിക്കുക. മാറ്റിമറിച്ചിട്ട് മണിച്ചിട്ട് വേണം ഓതാൻ. അപ്പം എങ്ങനെ ഓതും? അലീമും ബിഹ്. കണ്ട? അലീമും ബിഹ് അലീമും ബിഹ് അലീമും ബിദാതിസ് സുദൂർ. സ്വാദിന് ശ്രദ്ധയുണ്ട്, കനപ്പിക്കണം കേട്ടോ. സുദൂർ. ഇവിടെ നോക്കൂ, വാവു മദ് വന്നിട്ടുണ്ട് റെഡ് കളറിൽ അല്ലേ? കണ്ടില്ലേ? വാവു മദ് ഇവിടെ 2 ഹർക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ. സുദൂർ സുദൂർ. ഇവിടെ എന്നുള്ള ശബ്ദം തന്നെ വരുന്നത് അല്ലേ? നമ്മൾ മുൻപൊക്കെ റോയിനെ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റാക്കിയിട്ട് അല്ലേ? ലൈറ്റാക്കി നിർത്തി. പക്ഷേ ഇവിടെ നമ്മൾ സുദൂർ ഹെവി ആക്കിക്കൊണ്ട് എന്നുള്ള ശബ്ദത്തിൽ തന്നെയാണ് നിർത്തുന്നത്. സുദൂർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് 14ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ഓക്കെ, അതിൻ്റെ തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. അല അല, ലാമു വന്നിരിക്കുന്ന രൂപം നോക്കൂ. അല, ലാമിനെ 2 ഹർക്കത്ത് നീട്ടിക്കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ അലിഫ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അലിഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അല ല, കണ്ട? ഇത് അലിഫാണ്, അതുകൊണ്ട് 2 ഹർക്കത്ത് അവിടെ നീട്ടിക്കൊടുക്കണം കേട്ടോ. അല യഅലമു
യഅലമു അലാ യഅലമു മൻ ഖലഖ മൻ ഖലഖ മൻ നൂനിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മൻ. അപ്പം നൂനിനെ അവിടെ കറക്റ്റ് വ്യക്തമായിട്ട് മൻ എന്ന് ഓതി കൊടുക്കണം കേട്ടോ. മൻ ഖലഖ മൻ ഖലഖ. ഓക്കെ, ഇവിടെ നൂനിൻ്റെ മുകളിൽ സുക്കൂന് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരു നിയമം പറയുന്നുണ്ട്. എന്താണ്? ഇൽഹാർ. ഇൽഹാർ എന്നാണ് അവിടുത്തെ നിയമം. ഓക്കെ, വ്യക്തമായിട്ട് നമുക്ക് നൂനിനെ അവിടെ പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഖലഖ ഖലഖ വഹുവൽ ലതീഫു വഹുവൽ ലതീഫു ലതീഫു. യ മദ് 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കുക കേട്ടോ. ലതീഫുൽ ലതീഫുൽ ഖബീർ ലതീഫുൽ ലതീഫുൽ. ഇവിടെ ഫുൽ എന്ന് ഓതൂല്ലേ. ഹംസത്തുൽ വസലിന് ശബ്ദമില്ല, പക്ഷെ ലാമിന് എന്തുണ്ട്? സുക്കൂനുണ്ട് അല്ലേ. അപ്പോൾ ലാം ഖമരിയ. ഓക്കെ, ലതീഫുൽ ഖബീർ. ഓക്കെ, ഖബീർ. ഇവിടെ റോയിനെ ഹെവി ലൈറ്റ് ആക്കലാണ്. ഖബീർ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് 15-ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ തജ്വീദ് ഒന്ന് പറയാം. ഹുവല്ലദീ ഹുവല്ലദീ. ഇവിടെ യാ മദ്ദാണ്, 2 ഹർക്കത്ത് നീട്ടിക്കൊടുക്കണം കേട്ടോ. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ലകുമുൽ അർള. ളാദ് 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 എന്ന് പറയുമ്പോൾ ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ളാദ് ളാദ്. അത് മാത്രമല്ല വായ നിറച്ച് പറയുകയും വേണം. അർള അർള. ഓക്കെ, ദലൂലൻ എന്ന് ഇവിടെ ഓതൂല കേട്ടോ. ദലൂ വമദ്ദുണ്ട്, നീട്ടിക്കൊടുക്കണേ. ദലൂലൻ എന്നിവിടെ ഓതില്ല, ദലൂലൻ എന്ന് ഓതില്ല കേട്ടോ. 2 ഫത്ഹ സെപ്പറേറ്റ് വേറെ വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നാവ് മുകളിൽ തട്ടാതെ എന്ത് ചെയ്യണം? ദലൂല. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ നാവ് മുകളിൽ തട്ടുകയും ചെയ്യരുത്, നമ്മളുടെ ചുണ്ടും നാവ് മുകളിൽ തട്ടുകയും ചെയ്യരുത്. നമ്മുടെ ചുണ്ടും പല്ലും കുറച്ച് ക്യാപ്പ് വേണം, പൂടിപ്പോവരുത്, ക്യാപ്പ് വേണം. അപ്പോഴേ ഈ ഒരു നമ്മൾ പാരായണം ചെയ്യുന്ന രീതി ശരിയാവുള്ളൂ. ദലൂല ദലൂല. ഓക്കെ, ദലൂല ഫംശൂ. ഇവിടെ ഇഖ്ഫ ആണ് കേട്ടോ, നിയമം ഇഖ്ഫ ആണ്. ഫംശൂ ഫംശൂ ഫാംശൂ എന്ന് ഓതരുത് കേട്ടോ. ഇവിടെ നീട്ടുന്നത് ഫാൻ്റെ കൂടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫംശൂ ഫീ മനാകിബിഹ. ഫീ ഫൻ്റെ കൂടെ യാ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറും ഫി മനാകിബിഹ അല്ല കേട്ടോ. ഫീ 2 ഹറക്കത്ത് അവിടെ നീട്ടിക്കൊടുക്കണേ. ഫീ മനാകിബിഹ വകുലൂ മിർ റിസ്ഖിഹി. വകുലൂ, ഇവിടെ നോക്കൂ, വകുലൂ. ഇവിടെ വോ മദ് 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണം കേട്ടോ. വകുലൂ മിർ റിസ്ഖിഹി. മിർരി മിർരി. ഈ നൂനിൻ്റെ മുകളിൽ സുക്കൂനൊന്നും ഇല്ല അല്ലേ. നൂനിനെ റോയിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് വേണം ഓതാൻ. മിർരി മിർരി മിർരി. ഓക്കെ, മിർരിസ്ഖി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന് സുക്കൂന് വരുമ്പോൾ റിസ് എന്ന് വായിക്കൂല കേട്ടോ. ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. റിസ് റിസ് റിസ്.
റിസ് റിസ്ഖി റിസ്ഖി. ഓക്കെ, മിർ റിസ്ഖി. നിർത്തുകയാണെങ്കിൽ ഇവിടെ സുല ഉണ്ട് അല്ലേ, നിർത്തുകയാണെങ്കിൽ നമുക്ക് നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. ഏറ്റവും നല്ലത് കൂട്ടിച്ചേർത്ത് ഓതുന്നതാണ്. അപ്പോൾ റിസ്ഖിഹി റിസ്ഖിഹി ഹി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ റിസ്ഖിഹ് റിസ്ഖിഹ്. ഓക്കെ, റിസ്ഖിഹ്. അവിടെ ഒരു ഇനി ഒരു സുക്കൂന് വരുന്ന രൂപത്തിൽ ഹ് എന്ന് സുക്കൂന് കൊടുത്തിട്ട് വേണം നിർത്താൻ. മിർ റിസ്ഖിഹ്. ഓക്കെ, മിർ റിസ്ഖിഹ്. ഇനി കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിലോ റിസ്ഖിഹി റിസ്ഖിഹി വ ഇലൈഹി. ഇവിടെ ഹി കണ്ട, ഇത് നീട്ടാനുള്ള ചിഹ്നമാണ്, 2 ഹറക്കത്ത് നീട്ടാനാണ്. ഓക്കെ, റിസ്ഖിഹി വ ഇലൈഹി നുശൂർ വ ഇലൈഹി. ശ്രദ്ധേനെ ശ്രദ്ധിക്കണേ, പ്രത്യേകമായിട്ട് മണിച്ചു കൊടുക്കണം, കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കനപ്പിക്കണം കേട്ടോ. വ ഇലൈഹി നുശൂർ. ഇവിടെ നുശൂർ റോയിനെ ഹെവി ആക്കലാണ്, നുശൂർ എന്ന് തന്നെ ഓതണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാഹ് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.